जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारि जय राधा माधवा कुञ्ज बिहारी जय राधा माधवा कुञ्ज बिहारी। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। कृष्णजी प्रणाम। Thank you, Mataji. Hare Krishna. Hare Krishna. തുടങ്ങാമല്ലോ പ്രഭു? തുടങ്ങാം മാതാജി. ഹരേ കൃഷ്ണ. ഓം ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച സുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുവിതാവതാരം അപാര സംസാര സമുദ്രസേതും ഭജാമഹേ ഭാഗവതസ്വരൂപം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കഥഞ്ജന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് സ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അഥാവിധേ ദേവപദാംബുജദ്വയ പ്രസാദലേശാനുഗ്രഹീതേവ ഹി ജ്ഞാനാദിതത്വം ഭഗവന്മഹിമോ ന ചാന്യേ കോപി ചിരം വിജിന്വൻ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുദേവ് की जय, प्रभुपाद की जय, नंद कोटि वैष्णव वृंद की जय. हरे कृष्ण ഹരേ കൃഷ്ണ. ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി നമ്മൾ ഇന്ന് കടക്കുകയാണ്. ഹരേ കൃഷ്ണ. നമ്മള് ഇന്ന് രാധാറാണിയുടെ ദിവസമാണ്. എല്ലാവരും ഉച്ചവരെ വ്രതമാണല്ലോ. ഹരേ കൃഷ്ണ. നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഒരു കാര്യം നിങ്ങൾ എല്ലാവരും പഠിച്ചോണ്ട് വരുന്നു ചോദിക്കുമെന്നുള്ളത്. ഭക്തിയുടെ 9 തലങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്. ആരെങ്കിലും പഠിച്ചോത്? ഹരേ കൃഷ്ണ. നമ്മൾ ഭക്തിക്ക് വേണ്ടിയാണ് ഈ വെളുപ്പിനെ എഴുന്നേക്കുന്നത്. ഭക്തി കിട്ടാൻ വേണ്ടിയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, രാധാറാണിയോട് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നമ്മളൊക്കെ എന്തെല്ലാമാണ് ഭക്തിയുടെ തലങ്ങൾ എന്തൊക്കെയാണെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിർവൃതി, നിഷ്ഠ, രുചി, ഭാവം, പ്രേമം.
രുചി, ആസക്തി, ഭാവം, 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 പ്രേമം. പ്രേമം. ഹരേ കൃഷ്ണ. വേറെ ആരും പഠിച്ചില്ലേ? പ്രഭു കഴിഞ്ഞ ആഴ്ചയിലും ശ്രമിച്ചതാണ്. വേറെ ആരും പറഞ്ഞില്ല, പഠിച്ചില്ല. ഹരേ കൃഷ്ണ. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനത് നോക്കിക്കൊണ്ട് വരണമെന്ന് എല്ലാവരോടെയും പറഞ്ഞിരുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം അത് പറഞ്ഞിട്ടുള്ളതുമാണ്. ഹരേ കൃഷ്ണ. അപ്പൊ പ്രഭു ഇന്ന് രാധാറാണിയുടെ ദിവസമാണ്. നമ്മൾ ശ്ലോകം കണ്ടിന്യൂ ചെയ്യാനോ എന്ത് വേണം? ഹരേ കൃഷ്ണ. Glorification of Radharani Mataji. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ രാമ. ഒരുപാട് പ്രാവശ്യം ഗ്ലോറിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ടാണ് ഞാൻ പ്രഭുവിനോട് ചോദിച്ചത് വീണ്ടും അത് പറയാമോ എന്നുള്ളത്. ഒരുപാട് പ്രാവശ്യം കഴിഞ്ഞിട്ടുള്ളതാണ് ഗ്ലോറിഫിക്കേഷൻ. എല്ലാവർക്കും അറിയാം രാധാറാണിയെ കുറിച്ച്. ഒരുപാട് തീർക്കാനുണ്ടല്ലോ മാതാജി. മാതാജി തുടങ്ങിയേ ഭാഗവതം. ഹരേ കൃഷ്ണ. ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാം. ഹരേ കൃഷ്ണ. നമ്മള് രാധാറാണിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പല ക്ലാസ്സുകളിലും നമ്മൾ അത് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് രാധാറാണിയെ ഗ്ലോറിഫൈ ചെയ്തിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം. അപ്പം രാധാറാണിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുനീന്ദ്ര വൃന്ദ വന്ദിതേ ത്രിലോക ശോകഹാരിണി പ്രസന്നഭക്ത പങ്കജേ നികുഞ്ച ഭൂവിലാസിനി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ബ്രജേന്ദ്ര ഭാനു നന്ദിനി ബ്രജേന്ദ്ര സൂന സംഗതേ കഥാകരിഷ്യസീഹമാം കൃപാകടാക്ഷഭാജനം. അപ്പം രാധാറാണിയുടെ കൃപാകടാക്ഷം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ എല്ലാവരാലും സകലരാലും വന്ദിക്കപ്പെടുന്നവളാണ് രാധാറാണി എന്നുള്ളത്. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ശോകത്തെ മാറ്റിത്തരുന്നത് രാധാറാണി തന്നെ. അതുപോലെ ആ രാധാറാണിയോട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ പ്രസന്നനാകും. അങ്ങനെ രാധാറാണിയോട് നമ്മൾ പ്രാർത്ഥിക്കുക. രാധാറാണിയോട് നമ്മൾക്ക് കൃഷ്ണഭക്തി തരണേ. കൃഷ്ണൻ ആരുടെ കയ്യിലാണ്? രാധയുടെ കയ്യിലാണ്. അപ്പൊ ആ കൃഷ്ണഭക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. നമുക്ക് രാധയെക്കുറിച്ച്, രാധാറാണി എന്ന് പറയുന്നത് ഭാഗവതത്തിൽ രാധാറാണിയെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയാമോ അതേക്കുറിച്ച്? പത്മപുരാണങ്ങളിലും പുരാണങ്ങളിലൊക്കെയാണ് രാധയെക്കുറിച്ച് കൂടുതലായിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഭാഗവതത്തിൽ അതിന്റെ ഒരു ഹിന്റ് ഉണ്ട്. എവിടെയെന്ന് ചോദിച്ചാൽ 10:30-28 പറഞ്ഞിരിക്കുന്നത്. ആ ഒറ്റ ഒരു ശ്ലോകം, അത് ഡയറക്റ്റ് ആയിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. അനയാരാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വര എന്മനോ വിഹായ ഗോവിന്ദ പ്രീതോയം അനയാ രഹ എന്നൊരു ശ്ലോകമുണ്ട്. അപ്പൊ അവിടെ ആ ഒരു ശ്ലോകത്തിൽ മാത്രമേ രാധാറാണിയെ കുറിച്ച് ഭാഗവതത്തിൽ ശിവദേവോസ്വാമി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് ആരാണ് രാധ, ആരാണ് ആ രാധയുടെ പ്രാധാന്യം എന്താണ്, ഇവ കാര്യങ്ങളെല്ലാം നമുക്ക് പുരാണങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ പുരാണത്തിൽ നോക്കിയാലാണ് രാധാറാണിയുടെ പ്രാധാന്യത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നു അനയാരാധിതോ ന്യൂനം. അനയാ എന്ന് പറഞ്ഞാൽ അവളാൽ, അനയാ ആരാധിത, പൂർണ്ണമായി ആരാധിക്കുക. ആരാധിത അനയാ ആരാധിതോ ന്യൂനം. ന്യൂനം എന്ന് വെച്ചാൽ തീർച്ചയായും ഭഗവാൻ ഹരിരീശ്വര. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാൻ. ഹരി എന്ന് പറയുന്നത് കൃഷ്ണൻ. ഹരിയുടെ ഹരി ഈശ്വര എന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയാണ്. ഈശ്വര സുപ്രീം കൺട്രോളറായ ഭഗവാൻ. യന്മനോ വിഹായ ഗോവിന്ദ. യന്മനോ വിഹായ യത് മനഃ എന്നാണ്. യന്മനോ എന്നതിനെ നമ്മൾ പിരിക്കുമ്പോൾ യത് പ്ലസ് മനഃ. യന്മനോ വിഹായ ഗോവിന്ദ. വിഹായ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുക. യന്മനോ യത് മനഃ എത്രത്തോളം ഞങ്ങൾക്ക്. യത്ത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം, മനഃ നഹ യന്മനോ എന്നാണ്. അപ്പൊ യത്ത് പ്ലസ് മനഃ. എന്ന് വെച്ചാൽ എത്രത്തോളം, മനഃ മനഃ അവിടെ വരുന്നത് ഞങ്ങൾക്ക് എന്നുള്ളത്. യന്മനോ വിഹായ ഗോവിന്ദ. വിഹായ റിജക്റ്റ് ചെയ്യുന്നു. ഗോവിന്ദ അല്ലയോ ഗോവിന്ദ. പ്രീതോഹം, പ്രീതഹ പ്ലീസ്ഡ് ആകുക, മലയാളത്തിലെ പ്രീതി തന്നെ. ഹം അഹം ആരെ, അനയാതെ നയിക്കുക. പിന്നെ രഹഹ എന്ന് പറഞ്ഞാൽ സെക്ലൂഡഡ് ആയിട്ടുള്ള പ്ലേസ്, രഹസ്യ സ്ഥലം എന്നുള്ളതാണ്. അപ്പം അനയാരാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വര യന്മനോ വിഹായ ഗോവിന്ദ
പ്രീതോയം അനയാ രഹഃ. അപ്പൊ അവിടെ പറയുകയാണ്, ബാക്കിയുള്ള ഗോപികമാര് പറയുകയാണ്. അപ്പൊ അവിടെ പറയുന്ന എന്താണെന്ന് ചോദിച്ചാല്, ഒരു പാർട്ടിക്കുലർ ഗോപി, ഒരു പ്രത്യേക ഒരു ഗോപി എന്നേ പറയുന്നുള്ളൂ. അവിടെ രാധിക എന്ന് പറയുന്നതേ ഇല്ല. രാധിക എന്ന് ഓർക്കാൻ പോലും ആർക്ക് കഴിയില്ല? ശുകദേവ് ഗോസ്വാമിക്ക് കഴിയില്ല. കാരണം നമ്മൾ ആ കഥ പറഞ്ഞപ്പോ പഠിച്ചതാണ്. അവിടെ ശുകദേവൻ തന്നെയാണ് ആ ഒരു ഭഗവാൻ രാധാറാണിയുടെ കയ്യിലെ തത്തയാണ് ശുകദേവനായിട്ട് ഇതിവിടെ ഇരുന്ന് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഭാഗവതം പറഞ്ഞു കൊടുത്തരുന്നത്, എന്ന് വെച്ചാൽ ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വഴി നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ആ രാധയുടെ കയ്യിലിരുന്ന ആ തത്ത തന്നെ ശുകദേവ ഗോസ്വാമിയായി ശുഗനായി നിൽക്കുന്നു. ആ ശുഗന്റെ അനുഭവങ്ങൾ അത്ര വലുതാണ്. അപ്പൊ ആ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് രാധയെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 6 months അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിയില്ല. അദ്ദേഹം മുഖാലസ്യപ്പെട്ടു പോകും. അത്രമാത്രം പ്രാബല്യമുള്ളതാണ് അദ്ദേഹത്തിന് രാധാറാണിയുള്ളത്. അതുകൊണ്ട് പറയാൻ തയ്യാറാകുന്നില്ല. അപ്പൊ ആ ഒരു ശുകദേവ് ഗോസ്വാമി സാഹചര്യം വന്നപ്പോൾ ഇത് ഗോപികമാരുടെ ഒരു പ്രാർത്ഥനയായിട്ട് പറയേണ്ടി വന്നു. ഗോപികമാര് പറയുന്നതാണ്, അല്ലാതെ ഭഗവാൻ ശുകദേവ് ഗോസ്വാമി അതിനെക്കുറിച്ച് വിസ്തരിച്ചൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അതാണ് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഗോപി പൂർണ്ണമായും ശ്രീകൃഷ്ണന്റെ പ്രത്യേക കാരുണ്യം അർഹിക്കുന്നവളാണ്. അപ്പം അദ്ദേഹത്തെ ആരാധിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവൾ രാധയാണ്. അദ്ദേഹം അവളിൽ വളരെ വളരെ സന്തോഷവാനാണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇത് സന്ദർഭം എന്ന് പറയുന്നത് ഭഗവാനെ ഇത് കഴിഞ്ഞിട്ട്, രാസലീല കഴിഞ്ഞിട്ട് ഭഗവാൻ അങ്ങ് എളുപ്പം അങ്ങ് അപ്രത്യക്ഷമാകുന്നു. അവിടെ പ്രത്യക്ഷപ്പെടാതെ അവിടെ നിന്ന് എവിടെയോ പോകുന്നു. അപ്പോഴേക്ക് അവർക്ക് കാണാൻ വയ്യ, കൃഷ്ണൻ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഇവരുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അപ്പൊ അവര് തിരക്കി നടക്കുന്ന കൂട്ടത്തിൽ പറയാണ്, അദ്ദേഹം ഇവിടെയെങ്ങും ഉണ്ടായില്ല, അദ്ദേഹം ആ പ്രത്യേക ഗോപിയുടെ കൂടെ തന്നെ ആയിരിക്കും. അവിടെയും രാധ എന്ന് പറയുന്നില്ല. അപ്പൊ ആ അനയാരാധിന്നുള്ള രാധ എന്നല്ല അവിടെ അർത്ഥം, അവളാൽ ആരാധിക്കപ്പെട്ട എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അങ്ങനെ അവളുടെ അടുത്ത് കാണും കൃഷ്ണൻ എന്നാണ് അവര് പറയുന്നത്. അങ്ങനെ ഒരു ലൈനിൽ മാത്രമാണ് രാധയുടെ എന്തെങ്കിലും ഒരു ഹിന്റ് നമുക്ക് കിട്ടുന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. പിന്നെ രാധ എന്ന് പറയുന്നത് ആരാണെന്ന് പറഞ്ഞു, ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ ആനന്ദത്തിൽ നിന്ന് ഭഗവാൻ തന്നെയാണ് രാധ. വേറെ മാറ്റിക്കാണാൻ കൃഷ്ണൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഏറ്റവും കൃഷ്ണൻ രാധയെ പ്രീതിപ്പെടുത്താൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ രാധയെ വേണം. അപ്പൊ മദന മോഹന മോഹിനിയായ രാധയെയാണ്, രാധയുടെ ദിവസമാണ് ഇന്ന് വെളുപ്പിന് 4:30 മണിക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്. എവിടെയാണ്? യമുനയിലാണ്. അതുപോലെ വൃഷഭാനുസുതയായി വൃഷഭാനുവിന് കീർത്തിദാസ് സുന്ദരിക്കും മകളായി ലഭിച്ച ആളാണ് ആര്? രാധാറാണി. ഹരേ കൃഷ്ണ. നമുക്ക് രാധാറാണി, ശ്രീ രാധാറാണിക്ക് ജയ്. ഹരേ കൃഷ്ണ. രാധാറാണിയുടെ ആവിർഭാവത്തെ കുറിച്ച് പല പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുള്ളതായതുകൊണ്ട് ഇതിലേക്ക് പോകുന്നില്ല. നമുക്ക് ഭാഗവതം എടുത്തിട്ട് കുറച്ച് ദിവസമായി. നമ്മൾ ഭാഗവതത്തിലേക്ക് കടക്കാം. എവിടെ വരെയാണ് ഭാഗവതം എടുത്തതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. ഏത് ചാപ്റ്റർ എന്നെങ്കിലും അറിയാമോ? ഹരേ കൃഷ്ണ മാതാജി. 13 40 വരെ എടുത്തു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കർമ്മധാര ഇവാപരേ ഭഗവാൻ ഭാരദർശക നഥാപഭാഷേ ഭഗവാൻ നാരദവും നിസ്സത്തമാണ്. ഹരേ കൃഷ്ണ. 41ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. നാരദര് പറയുന്നതാണ്. നാരദ ഉവാച മാ കഞ്ചന ശുചോരാജൻ യദീശ്വരവശം ജഗത് ലോകാസപാലായസ്യേമി വഹന്തി ബലിമീശിതോ സസംയുനക്തി ഭൂതാനി സയേവ വിയുനക്തി ച. അത് ഞാൻ എടുത്താണല്ലോ മദരി. ഹരേ കൃഷ്ണ. അതെടുത്താണ്, നമുക്ക് കഴിഞ്ഞതാണ്. 42 എടുക്കേണ്ടത്. ശരിയാണ്. ഹരേ കൃഷ്ണ. ഇത് പ്രധാനമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, സംയുനക്തി വിയുനക്തി ഇതൊക്കെ പറഞ്ഞത് അല്ലെ. പാവകളിക്കാരന്റെ കയ്യിലെ മരപ്പാവ പോലെയാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞില്ലേ. സംയുനക്തി വിയുനക്തി ഒക്കെ പറഞ്ഞു. ഹരേ കൃഷ്ണ. 42. യഥാ ഗാവോ നസി പ്രോദാസ്
തന്ത്യാം ബദ്ധാശ്ച ദാമഭിഃ വാക്തന്ത്യാം നാമഭിർബദ്ധാ വഹന്തി ബലിമീശിതോ യഥാ ഗാവോ നസി പ്രോദാസ്തന്ത്യാം ബദ്ധാശ്ച ദാമഭിഃ വാക്തന്ത്യാം നാമഭിർബദ്ധാ വഹന്തി ബലിമീശിതോ യഥാ ഗാവഹ യഥാ അത്രത്തോളം എന്നുവെച്ചാൽ എത്രയാണോ അത്രത്തോളം എന്നുള്ള അർത്ഥം. അത്രം വരെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഗാവഹ ഗോവ പശുക്കള് നാസികയാൽ നാസികയിൽ പ്രോദാഹ വരിഞ്ഞു മുറുക്കുക. പ്രോധം എന്ന് പറഞ്ഞാൽ വരിഞ്ഞു മുറുക്കുക. തന്ത്യ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ ബദ്ധാഹ നിയന്ത്രിക്കപ്പെടുക വഴി ദാമഭിഹി കയറുകളാൽ വാക്തന്ത്യാം എന്ന് വെച്ചാൽ അവിടെ മന്ത്രങ്ങളുടെ വേദമന്ത്രങ്ങളുടെ പാശബന്ധത്താൽ അടുത്തത് എന്താണ്? നാമഭിർ ബദ്ധ. നാമഭി എന്ന് പറഞ്ഞാൽ വർഗീകരണത്താൽ, ബദ്ധാഹ വ്യവസ്ഥീകൃതമാക്കപ്പെട്ട, പിന്നെ വഹന്തി വഹിക്കുക, ബലി ആജ്ഞകൾ, ഈശിതു പരമപുരുഷനാൽ നിയന്ത്രിക്കപ്പെടുകയാൽ. ഇവിടെ യഥാഗാവോ നസി പ്രോദാസ് തന്ത്ര്യാം ബദ്ധാശ്ച ദാമഭി വാക്തന്ത്യാം നാമഭിർബദ്ധ വഹന്തി ബലിമീശിതു. അവിടെ അതിലെ വാക്കുകളിലെ നമുക്ക് പിരിക്കേണ്ടത് ഏതുണ്ട്? വാക്തന്ത്യാം വേദമന്ത്രങ്ങളുടെ പാശബദ്ധത്താൽ, നാമഭിഹി ബദ്ധ അതിനെ പിരിക്കണം. നാമഭിഹി അതിനെ വർഗീകരിക്കുക. ബദ്ധാഹ അതിനെ വേണ്ട രീതിയിൽ വർഗീകരിക്കുക. നാമഭിർ ബദ്ധ വഹന്തി ബലിമീശിതു. വഹന്തി വഹിക്കുന്നു, ബലിം ആജ്ഞകളെ, ഈശിതു ഭഗവാനാൽ നിയന്ത്രിക്കപ്പെടുകയാൽ എന്നുള്ളത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് അതിനെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കൂ, അത് കഴിഞ്ഞ്. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ ഗാവോ നസി പ്രോദാ തന്ത്യാം ബദ്ധാശ്ച വാക്തന്ത്യാം നാമഭിർത്താ വഹന്തി ബലിം ഈശിതുഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ ഗാവോ നസി പ്രോദാസ് തന്ത്യാം ബദ്ധാശ്ച ദാമഭിഃ വാക്തന്ത്യാം നാമഭിർബദ്ധാ വഹന്തി ബലിമീശിതുഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ വിവർത്തനം, ഒരു പശു ഗാവഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാ ഗാവോ നസി പ്രോദ. ഒരു പശുവിനെ നമ്മളെ നിയന്ത്രിക്കാൻ മൂക്കുകയറിട്ടിരിക്കുന്നത് എല്ലാവർക്കും കണ്ടു കാണും. പലരും എല്ലാവർക്കും പശുവിനെ കണ്ടിട്ടുള്ളവരാണ്. മൂക്കുകയർ കൊണ്ട് നിയന്ത്രിക്കുന്നത് നമുക്കറിയാവുന്നതാണ്, അല്ലെ? മൂക്കുകയറിനാൽ ബന്ധിച്ചിരിക്കുകയാൽ അതിനെ പിടിക്കുന്നിടത്ത് ചില പശുക്കളുണ്ട്, നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ വരത്തില്ല, ഓടിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിനെ പിടിച്ചു നിർത്തുന്നതിനായിട്ട് മൂക്കുകയറിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കും. അങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്തിനെ? പശുക്കളെ നമുക്ക് പിടിക്കുന്നിടത്ത് വരാനായിട്ടാണ്. അതിന് കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും നമ്മൾ മൂക്കയറിട്ട് പിടിക്കുമ്പോഴേ, അതുകൊണ്ട് അതിങ്ങ് വരും. അങ്ങനെ അതിനെ ബന്ധനത്തിന് നിയന്ത്രണത്തിന് വിധേയമാക്കുന്നത് പോലെ മനുഷ്യരൊക്കെ പല വേദാനുശാസനങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്, പല വേദങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ആജ്ഞകൾ അനുസരിക്കാൻ അവരെ വ്യവസ്ഥീകൃതരാക്കി. എന്ന് വെച്ചാൽ ഭഗവാന്റെ ആജ്ഞയാണ് വേദങ്ങളിൽ കൂടി തരുന്നത്. അങ്ങനെ വേദങ്ങളിൽ കൂടി തന്നിട്ട് ഭഗവാന്റെ ആജ്ഞകളെ അനുസരിക്കാൻ വ്യവസ്ഥീകൃതരാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ വിവർത്തനത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്തജാതം സഖഗണരഘുനാഥാന്വിതം സജീവം സത്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച പ്രഭാസംഗപ്രിയവജാപതീതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ കാണുന്നത്
ഓരോ മനുഷ്യനായാലും മൃഗമായാലും ജീവാത്മാവായാലും അങ്ങനെ ആരൊക്കെ ആയാലും ശരി, അവരെല്ലാം ഭഗവത് നിയമങ്ങൾ നല്ലതുപോലെ അനുസരിക്കേണ്ടതുണ്ട്. ഭഗവത് നിയമം എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ നമുക്ക് വേദങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുക്കൾ ഇവ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ശ്രുതി സ്മൃതി പുരാണാനാമാലയം കരുണാലയം കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ശ്രുതിയും സ്മൃതിയും ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശ്രുതി ഏതൊക്കെയാണ്, സ്മൃതികൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ശ്രുതി സ്മൃതി ഇതൊക്കെ വായിച്ചിട്ടില്ല എങ്കിൽ പോലും വായിച്ചിട്ടുള്ളവരിൽ നിന്ന് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് കുറേശ്ശെ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ എങ്ങനെയായാലും ശരി നമ്മള് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഭഗവാൻ ഇച്ഛിക്കുന്നത്. കാരണം നമ്മളിപ്പം ഒരു ഏതെങ്കിലും ഒരു വാഹനം ഓടിച്ചു പോവുകയാണ്, വൺ വേയിൽ കൂടി തിരിച്ച് വരേണ്ടത്തൂടെ അല്ല തിരിച്ചു വരികയാണെങ്കിൽ അപ്പൊ നമുക്കതിന് ഫൈൻ അടിക്കേണ്ടതായിട്ട് വരും, ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പ്രയോജനമുണ്ടോ? എനിക്കറിയില്ല ഇത് വൺ വേ ആണെന്നോ ടു വേ ആണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് ഓടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ജയിക്കാൻ പറ്റുമോ? അവിടെ നമ്മള് ഫൈൻ കൊടുക്കേണ്ടി വരില്ലേ? എന്നതുപോലെ നമുക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് വേദം അറിഞ്ഞുകൂടാ, എനിക്ക് പുരാണം അറിഞ്ഞുകൂടാ, എനിക്ക് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാനായിട്ട് നോക്കണ്ട. നമ്മൾ അറിയേണ്ടതാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞുകൂടാ എങ്കിൽ ഭഗവാന്റെ കാർക്കശ്യ നിയമത്തിൽ നമ്മൾ പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കുറേശ്ശെയായി ആ സംഘത്തിൽ, ഇപ്പൊ ഭക്തസംഘത്തിൽ നിങ്ങൾ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. കുറേശ്ശെ കാര്യങ്ങൾ ഭക്തസംഘത്തിൽ എല്ലാവരും പറയും. അപ്പൊ അതിൽ നിന്ന് കുറേശ്ശെ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. എങ്ങനെയായാലും ശരി നമ്മള് എന്തൊക്കെയാണ് ഭഗവാന്റെ നിയമങ്ങൾ, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഏത് രീതിയിലാണ് എന്നുള്ളത് സവൈക്കും സാംഭരോധർമ്മോ യഥോഭക്തി രഥോക്ഷതേ ഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസിദ്ധതി. അപ്പം പരമധർമ്മത്തെ നമ്മൾ എപ്പോഴും നമ്മൾ അത് എന്താണെന്ന് മനസ്സിലാക്കണം. ആ പരമമായ ധർമ്മത്തെ അനുസരിക്കാൻ നമ്മള് ബാധ്യസ്ഥരാണ്. പരമമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ അത് അഹൈതുകിയായിരിക്കണം, അപ്രതിഹതയായിരിക്കണം. എന്ന് വെച്ചാൽ അത് ഇടതിടവില്ലാതെ നമ്മൾ ഒരു ദിവസം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതുകൊണ്ട് എന്റെ ഇഷ്ടം പോലെ ജീവിച്ചേക്കാം എന്ന രീതിയിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. അപ്പൊ യാതൊരു ഇതുമില്ലാതെ, യാതൊരു മാറ്റവും ഇല്ലാതെ എന്നും ഒരേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കണം. അത് അകാരണമായിരിക്കുകയും ചെയ്യണം. നമ്മൾ ഇങ്ങനെ പോകുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യനായി ജനിച്ചു, നമുക്കൊരു ജീവിതം കിട്ടി, ഇവിടെ വന്നു, ഇത് നമ്മൾ എവിടേക്ക് തിരിച്ചു പോകാനുള്ളതാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ തിരിച്ചു പോകാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന വിചാരത്തോടു കൂടി വേണം നമ്മൾ ജീവിച്ചു പോകാൻ എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാന് ചില കാർക്കശ്യ നിയമങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് മുക്തരാകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതിനെ ലംഘിക്കാൻ നമുക്ക് അവകാശമേ ഇല്ല എന്നുള്ളതാണ്. ചില മനുഷ്യർ അതൊക്കെ കാറ്റിൽ പറത്തുന്നതായിട്ടൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ധർമ്മസംഹിതകളിൽ നോക്കി ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ എളുപ്പം പോവുകയാണ്. അതൊക്കെ നിയമബന്ധാവിലെ നേരിയ ലംഘനം പോലും നടത്തുന്നതിന് ബൃഹത്തായ വിപത്തിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഒരു ചെറിയ തെറ്റാണ് എന്ന് കരുതി അയ്യോ ഞാൻ ചെയ്തത് ചെറിയ തെറ്റാണല്ലോ, അതുകൊണ്ട് എനിക്ക് അതിന്റെ കിട്ടത്തില്ല എന്ന് വിചാരിക്കാനില്ല. ചെറിയ തെറ്റിന് ചെറിയ ശിക്ഷ, വലിയ തെറ്റിന് വലിയ ശിക്ഷ അത് നമ്മള് ഉണ്ട്. അപ്പം ഭഗവാന്റെ നിയമസംഹിതകളെ ധർമ്മസംഹിതകൾ എന്ന് പറയുന്നു. ആ ഭൗതികാസ്തിത്വത്തിന്റെ ഉപാധിയിൽ നമ്മൾ ഈ ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, അതിനകത്ത് നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റിയുള്ളൂ. അങ്ങനെ ഈ നിയമങ്ങളുടെ കുടുക്കിൽ അകപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരും തന്നെ. അങ്ങനെ വന്നതാണ്. നേരത്തെ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ എങ്ങനെയൊക്കെയോ നമുക്ക് എന്ത് വേണം, സുഖിക്കണമെന്നുള്ള ആ ഒരു ജീവിത രീതി നമ്മുടെ മനസ്സിൽ എങ്ങനെയോ വന്നു. അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ വന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോഴെങ്കിലും ധർമ്മസംഹിതകളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് സംഘത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ ശ്രദ്ധയോടുകൂടി അത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമ്മളെ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളുടെ കുരുക്കിൽ പെടാതിരിക്കാൻ നമുക്ക് കഴിയും. ഭൗതിക പ്രകൃതി നമുക്ക് ആ കുരുക്ക് തരാൻ തയ്യാറായി നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴും വിചാരിച്ചിരിക്കണം. അപ്പം ഏതൊരു ജീവാത്മാവാണെങ്കിലും ശരി, അവൻ ചെയ്യേണ്ട അവന്റെ ആ അഹൈതുകി അപ്രതിഹത അവൻ ആ രീതിയിൽ അവന്റെ ധർമ്മം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം. അപ്പം
ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, ശൂദ്രരെ, അങ്ങനെ ഒരുപാട് 4 വർഗങ്ങൾ, അത് വേറെ ഉണ്ട്. 4 വർണ്ണങ്ങളുണ്ട്. കൂടാതെ തന്നെ ലോകത്തിൽ വിവിധ തരം ജനങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും അവരുടേതായ ധർമ്മസംഹിതകളും ഉണ്ട്. അവരുടെ ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട്. പലരും പല വ്യാജ പകർപ്പുകൾ നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ആ കപിലദേവന്റെ സാഖ്യയോഗത്തെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ കൂടാതെ ഇന്ന് വേറൊരു കപിലൻ ഈ സാഖ്യയോഗം ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ വേറൊരു കപിലദേവൻ അദ്ദേഹത്തിൻ്റെതായ സാഖ്യയോഗം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്, എങ്ങനെയാണ് ഈ തെറ്റുകൾ വരുന്നത്, ഇത് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് തന്നെ കഴിയും. അതുകൊണ്ടാണ് നമുക്ക് സംഘം ആവശ്യമായിട്ട് വരുന്നത്. അപ്പം നിയമങ്ങൾ ഒരുപാടുണ്ട്. ഭഗവാന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മളെ ജീവിക്കാൻ നോക്കരുത്. ഭഗവാന്റെ നിയമങ്ങൾ നമ്മളെ ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, കർമ്മ, അകർമ്മം, വികർമ്മം എല്ലാം കിടക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, ലൗകിക നിയമങ്ങൾ ഒരു വശത്തുണ്ട്, അതുപോലെ തന്നെ ആത്മീയമായി നമ്മളെ ഉയർത്തുന്ന നിയമങ്ങൾ ഒരു വശത്തുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ലൗകികമായിട്ടുള്ള നിയമങ്ങൾ, ഈ ലോകത്തിലെ നിയമം നമ്മൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് കൊടുക്കണേ, ടാക്സ് കൊടുക്കും. വേണ്ട രീതിയിൽ വണ്ടി ഓടിക്കും. അതുപോലെ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ നമ്മൾ വേണ്ട രീതിയിലുള്ള ജോലി ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മൾ ലൗകികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ ആത്മീയതയെ നമ്മൾ ഒരു വശത്തേക്ക് മാറ്റിയിടും. അങ്ങനെ ആരുതേ എന്നുള്ളതാണ്. സർവവും പരിപൂർണനായ ഭഗവാന് അദ്ദേഹം എഴുതിയിട്ടുള്ള ധർമ്മസംഹിതയെ നമ്മൾ മുഖവിലക്കെടുത്ത് അദ്ദേഹത്തിന്റെ ശാശ്വത സേവകനായി നമ്മൾ ജീവിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കണമെന്ന് ശ്രീലപ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ എപ്പോഴും നമുക്ക് ഉന്നതരാകാനുള്ള ആഗ്രഹം നമുക്കുണ്ട്. ബദ്ധ ജീവിതത്തിൽ നമ്മളെപ്പോഴും നമ്മളിങ്ങനെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ആ ഉയർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ, അത് വേണ്ട എന്ന് പറയുന്നത്, ബദ്ധ ജീവിതത്തിൽ കുറച്ച് ഉയർച്ചയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെയാണോ, അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ഭഗവാന്റെ ശാശ്വത സേവകനാണ് എന്നുള്ള ധർമ്മം മനസ്സിലാക്കി അങ്ങനെ നമ്മുടെ ജീവിതാവസ്ഥ, യഥാർത്ഥ ജീവിതം എന്ന് പറയുന്ന അതാണ്. ആ ജീവിതാവസ്ഥയെ ഉദ്ധരിച്ച് ഭഗവാൻ ആത്മസമർപ്പണം ചെയ്യാൻ കൂടി തയ്യാറാകണം. അപ്പൊ നമ്മള് ജീവിതം എന്ന് പറയുന്നത് 2 രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴും നമ്മൾ ആത്മീയതയിലും കൊടുത്തിരിക്കണം, ഭൗതികതയിലും കൊടുത്തിരിക്കണം. ഭൗതികത വേണ്ട എന്ന് വെച്ച് ആത്മീയതയിൽ നിൽക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ നമ്മുടെ കുട്ടികളെ നോക്കണം, നമ്മുടെ ഫാമിലിയെ നോക്കണം, നമ്മുടെ കാര്യങ്ങൾ നോക്കണം. അവിടെ അതിനൊരു ഭാഗത്ത് പ്രാധാന്യം ഒരു ഭാഗത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതൊന്നും അല്ല എന്റെ ധർമ്മം, എന്റെ ധർമ്മം ഇപ്പുറത്ത് വേറെ ഉണ്ട്, എനിക്കത് അനുസരിക്കണം, എനിക്ക് തിരിച്ചു പോകണം, എന്റെ വീട്ടിൽ എനിക്ക് എത്തണം. ആ രീതിയിൽ നമ്മളെ അധികമായി അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം. അതുകൊണ്ട് ലൗകിക ജീവിതം നമ്മൾ എടുത്ത ജോലി എന്തോ അത് തീർത്തു കൊടുക്കണം. നമ്മുടെ ഓഫീസിലാണെങ്കിൽ നമുക്കൊരു ഫയൽ കിട്ടും. ആ ഫയൽ നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ തീർത്ത്, അത് വേണ്ട രീതിയിൽ ചെയ്ത് അതിന് ഒരു കുറ്റമറ്റ രീതിയിൽ, കാരണം എന്താ പറയും, ഭൗതികതയിൽ ജയിക്കാൻ കഴിയാത്തവന് ഒരിക്കലും ആത്മീയതയിലും ജയിക്കാൻ കഴിയില്ല. ഭൗതികത എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ചെയ്യേണ്ട കർമ്മം അവിടെ ശരിക്ക് ചെയ്യുക. അതിനോടൊപ്പം നമ്മൾ ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. നമ്മൾ ചെയ്യേണ്ട കർമ്മം വേറെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അപ്പൊ ആ രീതിയിൽ നമ്മൾ ബദ്ധ ജീവിതത്തിൽ നിന്ന് രക്ഷ നേടാൻ തയ്യാറായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യണം. കൂടാതെ മായയാൽ വ്യാമോഹിതരായി അടക്കി ഭരിക്കാനുള്ള ശ്രമം നമ്മൾ വെറുതെ വിടുകയും ചെയ്യണം. അത് വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുത്. നമുക്ക് അടക്കി ഭരിക്കണ്ട എന്നുള്ളത് അതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് നമ്മുടെ കർത്തവ്യം എന്തോ അത് ഈ ഭൗതിക ലോകത്തിൽ നിർവഹിക്കണം. അതുപോലെ നമ്മുടെ കർത്തവ്യം എന്തോ ആത്മീയ ലോകത്തിൽ എന്താണുള്ളത് അത് നിർവഹിക്കുകയും ചെയ്യണം. അത് ഭഗവാന്റെ ധർമ്മസംഹിതകൾ വായിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഈ ഭഗവാൻ എങ്ങനെ ധർമ്മസംഹിത കിട്ടിയിരിക്കുന്നു, എന്ത് കിട്ടിയിരിക്കുന്നു, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചതാണ് 1625 യഥാവതുക്തോ പരരാമതന്മഹത്ഭൂതം നഭോലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശിഷ്ണാവനാമം വിധതേ നികമ്പിത. ആർക്കാണ്? നാരദർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്.
അപ്പൊ നാരദര് ഒരു പ്രാവശ്യം ഭഗവാനെ കണ്ടു, പിന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പം വിഷമം തോന്നിയപ്പോ പറയുകയാണ്, നീ വിഷമിക്കണ്ട, നിനക്ക് ഒരു മോഹം ഉണ്ടാക്കാൻ വേണ്ടി നിനക്കൊരു ഹിന്റ്, നമുക്ക് ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ കാണുന്ന പോലോ നമ്മുടെ മനസ്സിൽ ചില ഭഗവാനെ കുറിച്ചുള്ള ചിന്ത വരുന്നത് പോലെയോ ഒക്കെ എന്തെങ്കിലും ഒരിതായി ഞാൻ അതിനൊന്ന് ശ്രമിച്ചു, നിനക്കൊരു ആഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ഇനിയും ഞാനത് ഭഗവാൻ നിനക്കിപ്പോ പ്രത്യക്ഷപ്പെടാറായിട്ടില്ല. ഇപ്പം ചിലരൊക്കെ വിചാരിക്കും ഞാൻ നാമം ജപിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഭഗവാനെ കിട്ടുന്നില്ലല്ലോ, അതാ ഇതാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവിടെയൊന്നും നമ്മൾ ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ആ ഭഗവാൻ, പരമപുരുഷനായ ഭഗവാനെ നമ്മളെ കാണാൻ കഴിയുകയില്ല, നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല, ആ സ്ഥാനത്തെത്തിയാലേ കാണാൻ കഴിയുള്ളൂ. പക്ഷേ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ആ ഭഗവാനെ കണ്ണുകൾക്ക് കണ്ട് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ പോലും, എന്ന് വെച്ചാൽ നമ്മുടെ ബദ്ധ ജീവിതത്തിൽ പോലും നമുക്ക് സൗണ്ട് കൊണ്ട് അറിയാം. എങ്ങനെ സൗണ്ട്, എവിടുത്തെ സൗണ്ട്, ഏത് രീതിയിലുള്ള സൗണ്ട് കൊണ്ട് അറിയാം എന്ന് പറഞ്ഞ ആരെങ്കിലും ഒന്ന്. ഹരേ കൃഷ്ണ. ഭഗവാനെ കുറിച്ച് വളരെ വണ്ടർഫുൾ ആയ ഭഗവാനെ നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഏത് സൗണ്ട് കൊണ്ട് അറിയാം? നമുക്ക് വല്ല സൗണ്ട് തരുമോ ഭഗവാൻ? എന്താ? ഹരേ കൃഷ്ണ. പ്രഭു, സൗണ്ട് എന്ന് പറയുന്ന ആരാണ്? ഭഗവാന്റെ ശബ്ദം നമ്മുടെ കയ്യിലുണ്ട്. എന്തുവാ നമ്മുടെ കയ്യിലുള്ളിരിക്കുന്ന ശബ്ദം? എന്തുവാ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്തുണ്ട്? പുരാണ, നമ്മുടെ ഭഗവത്ഗീത നമ്മുടെ കയ്യിൽ ഭഗവാൻ തന്നിരിക്കുകയാണ് അല്ലെ. 18 അധ്യായങ്ങളും നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ ജീവിക്കണം. അപ്പം അതുപോലെ തന്നെ ഭഗവാനെ മറ്റുള്ളവർ ഭഗവാനെ എങ്ങനെ നേടിയെടുത്തു എന്നുള്ള ഭക്തന്മാരുടെ ശബ്ദവും നമ്മുടെ കയ്യിൽ, ഭാഗവതവും നമ്മുടെ കയ്യിൽ ഉണ്ട്. അതുപോലെ വേദങ്ങൾ, ഉപനിഷത്തുകൾ ബാക്കിയുണ്ട്. അത് പക്ഷെ കൂടുതലും ഭൗതികതയിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് എത്തുന്നത് എന്ന് നമുക്കറിയാം. നമ്മളിപ്പം നാരദരെ കുറിച്ച് പഠിച്ച സമയത്ത് ഇതെല്ലാം പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭഗവാന്റെ ശബ്ദമായിട്ട് ഭഗവത്ഗീത നമ്മുടെ മുമ്പിൽ, ഭഗവാന്റെ നാദമാണ് ഭഗവത്ഗീത. അപ്പൊ ആ നാദമായിട്ട് നമ്മുടെ കയ്യിൽ അതാ ഭഗവത്ഗീത ഇരിക്കുന്നു. അതോടൊപ്പം നാമജപം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടു വരേണ്ടതായ നാമജപം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പം ഭൂതം നഹോലിംഗം അലിംഗം ഈശ്വരം ഹംസ തസ്മൈ മഹതാം മഹീയസേ ശിഷ്ണാവനാമം വിധേന. അപ്പൊ അത് വായിച്ച് ആ ഭഗവാന്റെ ആ പാദപത്മങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുക. അതുപോലെ തന്നെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. അവിടെ രാധാറാണിയെയും കൃഷ്ണനെയും ഒരുപോലെ നമ്മള് നമസ്കരിച്ചുകൊണ്ടാണ് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് കരുതി വിഷമിക്കണ്ട. ഭഗവാനെ നമ്മുടെ മുമ്പിൽ തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ കാണാൻ ശ്രമിക്കണമെന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. നമ്മുടെ ശ്ലോകം അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 43-ാമത്തെ ശ്ലോകമാണ് അടുത്തത്. യഥാ ക്രീഡോപസ്കരാണാം സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡിതുസ്യാഥാ തഥൈവേശ്ചയാ നൃണാം. യഥാ ക്രീഡോപസ്കരാണാം സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡിതുസ്യാഥാ തഥൈവേശ്ചയാ നൃണാം. യഥാ ക്രീഡ ഉപസ്കരാണ, ക്രീഡ പ്ലസ് ഉപസ്കരാണ, ക്രീഡോപസ്കരാണ സംയോഗ വിഗമൗ, അതിനെ പിരിക്കുന്നത് സംയോഗ വിഗമൗ ഇഹ, സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡിതു സ്യാത, ഇച്ഛയാ ക്രീഡിതു തഥൈവേശ്ചയാ നൃണാം. അതിനെ പിരിക്കുന്നത് തഥൈവ ഈശ ഇച്ഛയാ, തഥൈവ തഥൈവേശ്ചയാ തഥാ ഏവ ഈശ ഇച്ഛയാ. ഇത്ര വാക്കുകളായി നോക്ക്. തഥാ ഏവ ഈശ ഇച്ഛയാ. വാക്കുകൾ പലതാവും നമ്മൾ പിരിക്കുമ്പോഴത്തേക്ക്. തഥൈവേശ്ചയാ നൃണാം. അപ്പം യഥാ അത്രത്തോളം, ക്രീഡ ഉപസ്കരാണ, ക്രീഡോപസ്കരാണ വിനോദവസ്തുക്കളെ, കളിപ്പാട്ടങ്ങളെ ഒക്കെ. സംയോഗ വിഗമവും ഇഹ, സംയോഗം എന്ന് വെച്ചാൽ സംയോജിപ്പിക്കുക എന്ന് വെച്ചാൽ പൊതുവായി ഐക്യത്തിലാക്കുന്ന, ഒരേ രീതിയിൽ യോജിപ്പിക്കുന്നതിന് വേണ്ടി. വിഗമവും അത് ചിലപ്പം യോജിക്കും, ചിലപ്പം അകന്നു പോകും. അതാണ് പൊട്ടിത്തെറിക്കുക, അകൽച്ച ഉണ്ടാകുക. ഇഹ ഈ ലോകത്തിൽ ഇച്ഛയാ നമ്മുടെ ഇച്ഛ കൊണ്ട് ക്രീഡിതു കളിക്കുക എന്നുള്ള അർത്ഥമാണ്.
ഇത് ഒരു ഭാഗം അഭിനയിക്കാനായി മാത്രം എന്നാണ് നമുക്ക് ഇവിടെ ക്രീഡിതോ സ്യാധ. സ്യാധ മീൻസ് സംഭവിക്കുക. തഥ അതുപോലെ ഏവ തീർച്ചയായും ഈശ പരമഭഗവാനായ ഭഗവാൻ ഇച്ഛയാ ആഗ്രഹത്താൽ നൃണാം മനുഷ്യരുടെ, നൃണാം എന്ന് വെച്ചാൽ മനുഷ്യരുടെ. അപ്പം യഥാ ക്രീഡ ഉപസ്കരാണ സംയോഗ വിഗമൗ ഇഹ ഇച്ഛയാ ക്രീഡിത സ്യാഥ തഥൈവ തഥ ഏവ ഈശ ഇച്ഛയ തഥൈവ ഈശയിച്ഛയാ നൃണാം. അപ്പൊ അങ്ങനെ പഠിച്ചാൽ നമുക്ക് അർത്ഥം കിട്ടും. തഥ ഏവ ഈശ ഇച്ഛയ, തഥ അതുപോലെ, ഏവ തീർച്ചയായും, ഈശ പരമഭഗവാൻ, ഇച്ഛയാ എന്നുവെച്ചാൽ ഇച്ഛ കൊണ്ട്, ഇച്ഛയായി, നൃണാം മനുഷ്യരുടെ. അപ്പം യഥാ ക്രീഡോപസ്കരാണ സംയോഗ വിഗമൗ ഇഹ ക്രീഡസ്യാതാം തഥൈവ യശേച്ഛയാ നൃണാം. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ ക്രീഡോപസ്കരാണാം യോഗാവിഗമാദി വിഹ സംയോഗാവിഗമാവിഹ ഇച്ഛയാ ക്രീഡിതോ ജ്ഞാതാം തഥൈവേശേച്ഛയാ നൃണാം. ജ്ഞാതാം എന്നാണോ മാതാജി? സ്യാതാം എന്നല്ലേ? ഓക്കെ, ക്രീഡിതോ സ്യാദാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തഥൈവേശേച്ഛയാ നൃണാം. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ അതിന്റെ വിവർത്തനം വേറെ ആർക്കെങ്കിലും വായിക്കണോ? ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ ക്രീഡോപസ്കരാണാം സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡിതോ സ്യാദാം തഥൈവേശിച്ഛയാ നൃണാം. ഹരേ കൃഷ്ണ. തഥൈവേശേച്ഛയാ നൃണാം. ഹരേ കൃഷ്ണ. വിവർത്തനം. ഒരാൾ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന് തന്റെ വിനോദ വസ്തുക്കൾ അടുക്കി വയ്ക്കുകയോ വിതറിയിടുകയോ ചെയ്യുന്നത് പോലെ ഭഗവാന്റെ പരമ ഇച്ഛയാൽ മനുഷ്യർ ഒന്നിക്കുകയോ ഭിന്നിക്കുകയോ ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരാൾ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് തന്റെ വസ്തുക്കളെ ചിലപ്പോൾ അടുക്കി വയ്ക്കും, ചിലപ്പം അതിനെ വിതറിയിടുകയും ചെയ്യുന്നത് പോലെ ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് മനുഷ്യർ ഒന്നിക്കുകയോ അല്ലെങ്കിൽ ഭിന്നിക്കുകയോ ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം ഇന്ദ്രിയാതീതനായ ഭഗവാനാണ് ഇതിനെല്ലാം കാരണമായി നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ആണോ? യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? നമ്മുടെ കർമ്മം അനുസരിച്ച് നമ്മളെ നയിക്കുന്നു, അതിന്റെ ഫലം നമുക്ക് തരികയും ചെയ്യുന്നു, അല്ലെ? അപ്പൊ എല്ലാ കാര്യങ്ങളും ഉപദൃഷ്ടാനും അന്താജ ഭർത്താ ഹോക്താ മഹേശ്വര എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഹ എന്ന് നമ്മള് ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. ഉപദൃഷ്ടാനുമന്താച, എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം സമ്മതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് മന്താച? ഭർത്താ ഭോക്താ മഹേശ്വര, ആ മഹേശ്വരനാണ് ഇതിനെല്ലാം കാരണമായി നിൽക്കുന്നത്. പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപര, അദ്ദേഹം പരമാത്മാവെന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിലകൊണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത് ചെയ്യരുതേ എന്ന് നമ്മളോട് പറയില്ല, ഓർമ്മിപ്പിക്കും. നമ്മുടെ മനസ്സിൽ അതിന്റെ ഒരു ഓർമ്മ വരും, പക്ഷെ നമ്മളത് മായ കൊണ്ട് നമ്മൾ അറിയുകയില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരിത് നമുക്ക് കിട്ടിയെന്നിരിക്കും ചില സമയത്ത്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ മായപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ ഇച്ഛിക്കുന്നത് നമ്മളെ ഒരിക്കലും അറിയുകയില്ല. ഇപ്പൊ സർവാധിപതിയാണ് ഭഗവാൻ എന്നുള്ളതാണ്, മേൽനോട്ടക്കാരനാണ്, അതുപോലെ അനുമതിദായകനും കൂടിയാണ്. നമ്മൾ അതാണ് ഇച്ഛിക്കുന്നതെങ്കിൽ നമ്മൾക്കത് ചെയ്യാനുള്ള ഡെമോക്രസി പോലെയാണ്, അവകാശം നമുക്ക് തരും. കാരണം നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള അവസരം തരികയാണ് അവിടെ പരമാത്മാവ് ഇരുന്നു കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ മേൽനോട്ടക്കാരനാണ് ഭഗവാന്, പരമ ആസ്വാദകനാണ് ഭഗവാന്, അതുപോലെ അനുമതിദായകനാണ് ഭഗവാന്, അതുപോലെ നമ്മൾക്ക് ആശ്രയിക്കാവുന്നവനാണ് ഭഗവാൻ, അതുപോലെ ഭർത്താവാണ്, ഭോക്താവാണ്. ആ പരമാത്മാവ് നമ്മളെ
ഓരോ കാര്യവും ചെയ്യാൻ നമ്മളെ നയിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മായയിൽപ്പെട്ടു പോകുന്നു. അതാണ് ഉപദൃഷ്ടാനും അന്താജ ഭർത്താ ഭോക്താ മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ യസ്മിൻ പുരുഷപര. നമ്മളോടൊപ്പം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ അറിയുന്നില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ ഇംഗിതത്തെ നമ്മൾ മനസ്സിലാക്കുന്നു ഇല്ല. നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പെരുമാറുന്നു. നമ്മുടെ ബുദ്ധിയാണ് വലുതെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ആ ബുദ്ധിക്കനുസരിച്ച് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ബുദ്ധിയെ പോലും നമ്മൾ കാര്യമാക്കുന്നില്ല. നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയുമാണ് അഴിച്ചു വിട്ടിരിക്കുന്നത്. ബുദ്ധി കുറച്ചൊക്കെ നമുക്ക് നിയന്ത്രണം തന്നിരിക്കും, പക്ഷെ അതിന് പോലും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പൂർവകർമ്മ ഫലമായിട്ടാണ് ഭഗവാന്റെ പരമേച്ഛയാൽ നമ്മൾ ഒരു വിധാനത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ നിലയിൽ ഇവിടെ എത്താൻ കാരണം നമ്മുടെ പൂർവകർമ്മ ഫലമാണ്. നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരും ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നു. പ്രശ്നങ്ങൾ ഇല്ലാത്തവരും അവര് ചെയ്ത കർമ്മത്തിന്റെ ഫലം അവർക്ക് കിട്ടുന്നിരിക്കുന്നു. അപ്പം ഇത് ആ ഭഗവത്ഗീത 13:23 ഈ ഉപദൃഷ്ടാനും അന്താച എന്നുള്ളത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ പരമവിഷ്ണായ ഭഗവാൻ എല്ലാവരുടെയും അന്തരംഗത്തിൽ പരമാത്മാവായിട്ടുണ്ട്. നമുക്കെല്ലാം ഇതറിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതഘട്ടത്തിലെ ഓരോ കാര്യത്തെക്കുറിച്ചും ഭഗവാൻ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് എത്രയും വളരെ ഒരു ജീവാത്മാവിന്റെ വലിപ്പം നമുക്കറിയാം. പരമാത്മാവ് എങ്ങനെയാണ് ഇരിക്കുന്നത് എല്ലാം നമ്മള് പഠിച്ചതാണ്. അപ്പൊ ആ പരമാത്മാവ് അവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ശ്രീല പ്രഭുപാദര് പറഞ്ഞു തന്നിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ PSC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക്. അപ്പൊ പ്രഭുപാദര് പറഞ്ഞു തരുന്നത്, ഒരു സമ്പന്നന്റെ പുത്രൻ വായിൽ വെള്ളക്കരണ്ടിയുമായി ജനിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ജനിക്കാനുള്ള കാരണം, അപ്പൊ ആ സമ്പന്നപുത്രൻ വെള്ളിക്കരണ്ടിയും കൊണ്ട് ജനിക്കാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അവന്റെ കർമ്മം, അവൻ ചെയ്ത കർമ്മം അത്രമാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അതേ രീതിയിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊണ്ട് അവൻ കൊണ്ടുവന്നതാണ്. അവൻ എടുത്തുകൊണ്ട് വന്ന സമ്പത്താണ്. എൻ്റെ 1000 രൂപയേ ഉള്ളെങ്കിൽ 1000 രൂപയ്ക്കുള്ളത് എനിക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. 1,00,000 രൂപയുണ്ടെങ്കിൽ 1,00,000 രൂപയ്ക്കുള്ള സമ്പത്ത് എനിക്ക് വാങ്ങിക്കാം. അതാ 100 ഉള്ളെങ്കിലോ അതിനനുസരിച്ച് എനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവന് സമ്പന്നപുത്രൻ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ എനിക്കും ജീവിക്കണമെന്ന് ഞാൻ വാശി പിടിക്കരുത് എന്നുള്ളതാണ്. അപ്പം അല്ലാത്തവരോ അവനവന്റെ കർമ്മം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുപോലെ നമ്മളെ കർമ്മങ്ങൾക്ക് അനുസൃതമായ ഫലങ്ങൾ സമ്മാനിക്കാൻ ഭഗവാൻ ബാധ്യസ്ഥനാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ബാധ്യസ്ഥനാണ് എന്ന് പറയാൻ എന്താണ്? ഭഗവാൻ ഒരു ബാധ്യതയില്ല. പക്ഷെ നിയമം അനുസരിച്ച് ഭഗവാൻ സർവ്വതിന്റെ അധിപതിയാണ്. ഭഗവാൻ ബാധ്യസ്ഥത എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള സത്യത്തിനനുസരിച്ച് ഭഗവാൻ നിൽക്കുകയുള്ളൂ. അങ്ങനെ യാതൊരു നിയമത്തിനും ഭഗവാൻ വിധേയനല്ലെങ്കിൽ കൂടി ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ചെയ്ത കർമ്മം അനുസരിച്ച് ആണ്ടിവിടെ തെറ്റാതെയുള്ള ഫലങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമാണ്. അപ്പം അതൊരു കർമ്മ നിയമമാണ്. ഭഗവതേച്ഛയാൽ ചിലപ്പോൾ അതിന് മാറ്റം ഉണ്ടാകും. എങ്ങനെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും? ആർക്കെങ്കിലും പറയാമോ? അതിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയിട്ട് കർമ്മഫലങ്ങളെ എല്ലാം കത്തിച്ചു കളയാൻ പറ്റും. ഹരേ കൃഷ്ണ കത്തിച്ചു കളയാൻ. അതാണ് ഭഗവാനെ സേവിച്ചുകൊണ്ടും ഭഗവത് ഭക്തിയുത സേവനം ചെയ്തുകൊണ്ടും ശരിയായ നാമജപത്തിൽ കൂടിയും നമുക്ക് ഭക്തിയുത സേവനത്തിൽ അങ്ങേയറ്റം ഇടപെട്ടുകൊണ്ടും ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ടും വേറൊരു ശരണം എനിക്കില്ല ഭഗവാനെ എന്നുള്ള ആ ഒരു മനസ്സിൽ വെച്ചുകൊണ്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ വളരെയധികം നമ്മളും ജപിക്കുന്നുണ്ട് അല്ലേ? നമ്മളെല്ലാവരും ജപിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ജപിക്കുന്നത് എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ്. ആ ആത്മാർത്ഥതയ്ക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ ആ രീതിയിൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ കുറേശ്ശെയായി കത്തിച്ചു കളയാൻ കുറേശ്ശെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം എവിടെയായാലും ശരി, അപ്പം ഏതൊരു പരമേച്ഛയ്ക്ക് എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അദ്ദേഹം സർവം പരിപൂർണനാണ്.
അങ്ങനെയുള്ള അതുകൊണ്ട് എല്ലാ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലും പ്രതിപ്രവർത്തനങ്ങളിലും തെറ്റുവരാൻ ഒരു സാധ്യതയുമില്ല. ഒരു പരിശുദ്ധ ഭക്തനെ സംബന്ധിച്ച് ഇതെല്ലാം എന്താണ്, ഒരിക്കലും ഇതിനെക്കുറിച്ച് ഒരു സംശയമില്ല. പരിശുദ്ധ ഭക്തൻ എന്തു വന്നാലും ശരി അതെല്ലാം എന്റെ കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യും. ഭഗവാനെ അങ്ങനെയാണ് അദ്ദേഹം അവരെ പരിശുദ്ധ ഭക്തന്മാരെ കാണുന്നത്. അപ്പം സാധിഭൂതാദി ദൈവമ്മ സാധിയജ്ഞം ചെയ്യേ വിദുഹു പ്രയാണകാലേ വിജമാം തേ വിദുർയുക്ത ചേതസഹ എന്നാണ് പറയുക. ഭഗവാൻ പറഞ്ഞു തരുന്നു നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത്. സാധിഭൂതാദി ദൈവമ്മ, എന്നെ അറിയാൻ ശ്രമിക്കൂ, ഞാൻ ആരാണെന്ന്. സാധിഭൂതാദി ദൈവം, ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയാൻ ശ്രമിക്കൂ. പിന്നെയോ സാധിയജ്ഞം ചെയ്യേ വിദുഹു, എന്നെ കുറിച്ചുള്ള ബോധം നിങ്ങൾ പുലർത്തൂ. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കൂ, എന്നെ കുറിച്ചുള്ള ബോധം നിങ്ങൾ പുലർത്തൂ. അപ്പം പ്രപഞ്ചങ്ങളുടെ എല്ലാത്തിൻ്റെയും നിയന്താവ് ഞാനാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. അപ്പൊ അങ്ങനെ ഞാനാണ് ഇതിന്റെ എല്ലാം നിയന്താവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അവസരം നമ്മളെല്ലാം കാണാതെ പഠിക്കും. കാണാതല്ല നമ്മൾ ഇതെല്ലാം കേൾക്കും. പക്ഷെ അതുകൊണ്ടായില്ല, നമ്മൾ അത് അറിഞ്ഞ് പ്രവർത്തിക്കാൻ എന്ന് നമ്മൾക്ക് കഴിയുന്നു. അപ്പൊ അങ്ങനെ അറിയുന്ന അവസരത്തിൽ എന്നെ പറ്റി നിങ്ങൾ സ്മരിക്കും. ശരിയായ സ്മരണ നിങ്ങളിൽ ഉണ്ടാകും. അപ്പം നമ്മള് ഭാഗവതത്തിൽ പറയുന്നുണ്ട് 10-ാം സ്കന്ധത്തില്, തത്തേനു കമ്പാംസു സമീക്ഷമാണോ പുഞ്ചാനമേവാത്മകൃതം വിഭാഗം വിതതാം നമസ്തേ ഈവേദയോ മുക്തിപദേ സദായ. തത്തേനു കമ്പാംസു സമീക്ഷമാണോ പുഞ്ചാനം ഏവാത്മകൃതം വിഭാഗം. ഈ നടക്കുന്നതെല്ലാം ഏവാത്മകൃതം വിഭാഗം, ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇതാണ് തത്തേന കമ്പാംസ സമീക്ഷമാണോ പുഞ്ചാനം ഏവാത്മകൃതം ഹൃത് വാക് ബഹുർ ഫിർ വിദധൻ നമസ്തേ. ഹൃദയം കൊണ്ടും ഹൃത് വാക്ക് കൊണ്ടും ഹൃത് വാക് ബഹുർ വാണി കൊണ്ടും വാക് ബഹുർ ഫിർ വിദധൻ നമസ്തേ, ഞാൻ അങ്ങയെ സ്മരിക്കുന്നു. ഇതെല്ലാം എനിക്ക് വന്നിട്ടുള്ള ഈ കർമ്മങ്ങളെ എല്ലാം തന്നെയും ഞാന് മറ്റുള്ളവരുടെ ചീത്ത കേൾക്കുകയാണെങ്കിൽ ചീത്ത കേൾക്കുന്നത്, മറ്റുള്ളവരെന്നെ വഞ്ചിക്കുകയാണെങ്കിൽ വഞ്ചിക്കുന്ന, ഇതൊക്കെ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയും എന്താണ്, ഞാൻ ഉണ്ടാക്കി വെച്ച കർമ്മത്തിന്റെ ഫലമാണ്. ആ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വിദധൻ നമസ്തേ ഈവേദയോ മുക്തിപദേ സദായ. ഞാൻ ഇങ്ങനെ അനുഭവിച്ച് അങ്ങക്ക് എപ്പോഴാണോ എന്നിൽ കരുണ തോന്നുന്നത്, ആ കരുണ തോന്നുമ്പോഴും ഞാൻ ഇങ്ങനെ ജീവിച്ചു കൊള്ളാം. അങ്ങയുടെ കരുണ എപ്പോഴെന്നിൽ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് പോയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഫലങ്ങളല്ല എനിക്ക് കിട്ടിക്കൊണ്ട്, അതെല്ലാം കൂടെ എനിക്ക് കിട്ടാനാണെങ്കിൽ എനിക്ക് നിൽക്കാൻ തന്നെ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ആ കർമ്മഫലങ്ങളെല്ലാം എന്ന് തീരുന്നോ, അല്ലെങ്കിൽ പിന്നെന്താണ്, അത് തീർന്നിട്ട് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. കർമ്മഫലങ്ങൾ തീർന്നു കിട്ടുകയില്ല. അപ്പൊ അങ്ങനെ കർമ്മഫലങ്ങൾ എപ്പോഴാണ് തീരുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ എന്നോട് കരുണ എപ്പോഴുണ്ടാകുന്നു അതുവരെയും എനിക്ക് വന്നിരിക്കുന്നതെല്ലാം ഞാൻ വരുത്തി വെച്ചതാണെന്ന് കരുതിക്കൊണ്ട് ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. വളരെ ഇതായിട്ടുള്ള ശ്ലോകമാണ്. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുന്നത് എപ്പോഴാണോ, അപ്പോൾ മാത്രമാണ് നമ്മൾ ഉന്നതയിലേക്ക് ശുദ്ധഭക്ത ലെവലിലേക്ക് പോകുന്നത്. ഈ ശുദ്ധഭക്തി എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതല്ല, നമ്മുടെ മനസ്സിൽ തന്നെ ഇത് വരണം. ബൈഹാർട്ടായതുകൊണ്ടോ പഠിച്ചത് കൊണ്ടോ ഒന്നും ഫലമില്ല. നാമം ജപിച്ചത് കൊണ്ട് എല്ലാം നല്ലത് തന്നെ. പക്ഷെ ഇതെല്ലാം എവിടേക്ക് എത്തിക്കുന്നതാകണം, ഭഗവാനിലേക്ക് എത്തിക്കുന്നത് ആയിരിക്കണം എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ മാതാജി, ആ ശ്ലോകം നമ്പർ? ശ്ലോകം 10 ഓർക്കുന്നില്ല പ്രഭു. 10-ലാണ്, 10-ാം സ്കന്ധത്തിലാണ്. ഞാൻ അടുത്ത ആഴ്ച പറയാം പ്രഭു. ഹരേ കൃഷ്ണ. ഒരു 4-ാമത്തെ 10-4 എന്റെ ചാപ്റ്റർ ഞാൻ മറന്നുപോയി. തത്തേന് കമ്പാംസു സമീക്ഷമാണ് ആത്മകൃതം വിധൻ നമസ്തേ ജീവേദയോ മുക്തിപദേ സദായ. അതാണ് ശ്ലോകം. ഞാൻ അടുത്ത ആഴ്ച പറയാം പ്രഭു, ഞാൻ അത് ഓർക്കുന്നില്ല. ഹരേ കൃഷ്ണ. അപ്പം ഇത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും പ്രതിപ്രവർത്തനങ്ങളും തെറ്റുവരുന്നത് സംഭവ്യമാണ്. ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. ഭഗവാൻ ആരാണ്?
ഓം ഭഗവാൻ എവിടെയുണ്ട്? നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാൻ പൂർണ്ണതയോടുകൂടി നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാം ഉണ്ട്. ഇവിടെ അനുഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ പറയും ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവാവശിഷ്യതേ എന്ന് പറയും. അപ്പൊ ഈ പ്രപഞ്ചവും പൂർണ്ണമാണ്, ഭഗവാനും പൂർണ്ണമാണ്. ആ പൂർണ്ണത്തിൽ നിന്ന് ഈ പൂർണ്ണം മാറ്റിക്കഴിഞ്ഞാലും ഇനി ആ പ്രപഞ്ചം അങ്ങ് മാറ്റി വെച്ചാലും ഭഗവാൻ പൂർണ്ണനായിട്ട് തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. ഭഗവാൻ എന്നും പൂർണ്ണൻ തന്നെ ആണ് എന്നാണ് പറയുന്നത്. ഇപ്പം ഒരു പരിശുദ്ധ ഭക്തനെ സംബന്ധിച്ച് പ്രവൃത്തികളൊന്നും അദ്ദേഹം ചെയ്യുന്നതെല്ലാം എന്താണ്? ഭഗവാന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയായിട്ട് പോലും അദ്ദേഹം കൂട്ടുന്നില്ല. അദ്ദേഹം അതെല്ലാം പ്രാർത്ഥനയായിട്ടേ അദ്ദേഹം അത് കൂട്ടത്തുള്ളൂ. അപ്പം ഭഗവാനാൽ നിർവഹിക്കപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ട്. ആർക്ക് വേണ്ടി? പരമഭക്തനായ പരിശുദ്ധ ഭക്തർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഉണ്ട്. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ ഭഗവാൻ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതേ ഇല്ല. അപ്പൊ എല്ലാവിധ പാപ പ്രത്യാഘാതങ്ങളിൽ നിന്നും യാതൊരുവിധ പരിരക്ഷയും പ്രതീക്ഷിക്കാതെ ഭഗവാനെ പരിപൂർണമായും അഭയം പ്രാപിക്കുന്ന ശുദ്ധഭക്തനെ ഭഗവാൻ സംരക്ഷിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ 7:30-31 ഊന്നി പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ആ സാധിഭൂതാദി ദൈവമ്മ എന്നുള്ള ആ രീതിയിൽ നമ്മൾ പെരുമാറിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ അവിടെ ഒരാളുടെ പൂർവകർമ്മ ഫലങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് ഭഗവാന് സാധ്യമെങ്കിൽ പിന്നെ നിശ്ചയമായും അദ്ദേഹം സ്വകർമ്മങ്ങളുടെ പ്രത്യാഘാതങ്ങൾക്ക് സ്വയം വിധേയൻ. അപ്പൊ ഭഗവാന് യാതൊരു പ്രത്യാഘാതങ്ങളുമില്ല. സ്വകർമ്മങ്ങളെ അദ്ദേഹത്തിന് കർമ്മമില്ല. അദ്ദേഹം മറ്റുള്ളവരെ കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം സർവ്വ നിയമങ്ങൾക്കും അതീന്ദ്രിയനാണ്, പരിപൂർണനും ആണ് എന്നുള്ളത്. ഹരേ കൃഷ്ണ. 44-ാമത്തെ ശ്ലോകം. യന്മന്യസേ ധ്രുവം ലോകം അധ്രുവം വാനചോഭയം സർവഥാ നഹി ശോസ്യാസ്തേ സ്നേഹാദന്യത്ര മോഹജാത്. യന്മന്യസേ ധ്രുവം ലോകം അധ്രുവം വാനചോഭയം സർവഥാ നഹി ശോച്യാസ്തേ സ്നേഹാദന്യത്ര മോഹജാത്. യന്മന്യസേ ധ്രുവം ലോകം. യന്മന്യസേ പിരിക്കുമ്പോഴേ യത്ത് പ്ലസ് മന്യസ്, യത് താഴെഴുതി ചന്ദ്രകല, യത് പ്ലസ് മന്യസേ അങ്ങനെ പിരിച്ച് നമ്മൾ പഠിക്കുന്നതാണ് ശ്ലോകം എപ്പോഴും നല്ലത്. ശ്ലോകം പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥത്തോടു കൂടി അതിനെ ആ ഓരോ വാക്കിനെയും നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണം, എന്നാലേ ശ്ലോകമാവുകയുള്ളൂ. യത് മന്യസേ ധ്രുവം ലോകം അധ്രുവം വാ ന ച ഉഭയം സർവഥാ ന ഹി ശോച്യാസ്തേ സ്നേഹാത് അന്യത്ര മോഹജാത്. യത്ത് എന്ന് പറഞ്ഞാൽ എങ്കിലും, ബട്ട് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന യത്. മന്യസേ താങ്കൾ ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക. ധ്രുവം പരിപൂർണ സത്യം, നമ്മൾ മുമ്പേ പറഞ്ഞു ഓം പൂർണ്ണമത പൂർണ്ണമിത പരിപൂർണ സത്യം. ലോകം, ലോകത്തിന് ഇവിടെ ലോകത്തിലുള്ള ജനങ്ങളെയാണ് ഉദ്ദേശിക്കുക, എല്ലാ ജീവജാലങ്ങളുടെയാണ് ഉദ്ദേശിക്കുക ലോകം. അധ്രുവം അയാഥാർത്ഥ്യം എന്ന് വെച്ചാൽ യാഥാർത്ഥ്യമല്ലാതെ വരിക, ധ്രുവം അധ്രുവം. വാ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ, ന ഇല്ല, ച ഉഭയം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് രീതിയിലുമാകാം, ധ്രുവമോ അധ്രുവമോ ആകാം. അപ്പൊ അങ്ങനെ ഈ പ്രകാരത്തിൽ സർവഥ എല്ലാ പരിതസ്ഥിതികളിലും, ഒരുപാട് പരിതസ്ഥിതികൾ നമുക്കുണ്ടാകും, അങ്ങനെ എല്ലാ പരിതസ്ഥിതികളിലും ന ഇല്ല, ഹി നിശ്ചയമായി, ശോച്യ വിലപിക്കാനുള്ള വിഷയം, തേ അവർ, സ്നേഹാതെ സ്നേഹഹേതുമാകയാൽ സ്നേഹത്തിന് കാരണമാകയാൽ, അന്യത്ര അല്ലാത്ത പക്ഷം, മോഹജാതെ അമ്പരപ്പിനാൽ, അമ്പരപ്പ് ഭയത്താൽ എന്നുള്ള അർത്ഥം മോഹജാത്. അപ്പം യന്മന്യസേ ധ്രുവൻ ലോകം അധ്രുവം വാനചോഭയം സർവഥാ നഹി ശോച്യാസ്തേ സ്നേഹാ അന്യത്ര മോഹജാത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യന്മന്യസ്യേ ധ്രുവം ലോകമധ്രുവം വാന ചോപയം സർവദാ നഹി ശോച്യസ്തേ സ്നേഹാദന്യത്ര മോഹജാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്റെ വിവർത്തനം ഇപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലയോ രാജാവേ, ഇത് ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? പറഞ്ഞ പോലെ
ആരാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? സുഖദേവം മഹാരാജാവിനോട് സ്വാമി സുദേവ സ്വാമി പരീക്ഷിത് മഹാരാജാവിന്. പരീക്ഷിത്ത് മഹാരാജാവിന് പരീക്ഷിത്ത് സുഖദേവ മഹാരാജാവ് ഗോസ്വാമി. ശിവദേവ ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നു. അത് ശരി തന്നെ. നമ്മൾ ആ പരീക്ഷിത്ത് മഹാരാജ് ശിവദേവ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പഠിച്ചു. പിന്നെ ആരാർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പഠിച്ചു? സൂത ഗോസ്വാമി സൂത ഗോസ്വാമി നൈമിസാരണത്തിലെ മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പഠിച്ചു. പക്ഷെ ഞാൻ ഇവിടെ ഈ കോണ്ടസ്റ്റിൽ ആരാർക്ക് പറഞ്ഞു കൊടുക്കുന്നു? നാരദമുനി മഹാരാജൻ യുധിഷ്ഠിര മഹാരാജാവിനെ നാരദമുനി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവിടെ യുധിഷ്ഠിര മഹാരാജാവ് എന്ത് ചെയ്യാണ്? വിഷമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് വിഷമിച്ചു? അത് വല്യമ്മയും പോയത് കൊണ്ട് ദുഃഖിച്ചിരിക്കും. രാവിലെ എഴുന്നേറ്റ് വന്ന് നമസ്കരിക്കാൻ വന്നപ്പം വല്യച്ഛനും വല്യമ്മയും സ്ഥലത്തില്ല. അന്ധയായ വല്യമ്മയും അതുപോലെ അന്ധനായ വല്യച്ഛനും എവിടോട്ട് പോയി എന്നുള്ളത് ഓർത്തിട്ട് അവരെങ്ങനെ ജീവിക്കും? എന്റെ സഹായമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. എന്തെല്ലാം പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് നല്ലതാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നാരദ മഹർഷി. അല്ലയോ രാജാവേ, എല്ലാ പരിതസ്ഥിതികളിലും ആത്മാവിനെ ശാശ്വത തത്വമായോ അല്ലെങ്കിൽ നശ്വരമായ ഭൗതിക ശരീരമായോ അല്ലെങ്കിൽ അമൂർത്തക നിരപേക്ഷ സത്യത്തിൽ സർവ്വതും നിലകൊള്ളുന്നതായോ അല്ലെങ്കിൽ സർവ്വതിനെയും ഭൗതിക ഘടകങ്ങളെയും ആത്മാവിന്റെയും വിശദീകരിക്കാനാകാത്ത ഏകീകരണമായോ കരുതുന്ന ഏത് സാഹചര്യത്തിലും വിരഹവികാരങ്ങൾ മിഥ്യയായ സ്നേഹം ഹേതുവാകയാൽ അനുഭവപ്പെടുന്ന ഒന്നല്ലാതെ മറ്റൊന്നല്ല. എത്രയോ ഇതായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നോക്കിക്കേ. അപ്പൊ ഏതൊരു പരിതസ്ഥിതിയിലായാലും ശരി, ചിലപ്പം വിഷമം ഉണ്ടാകും, ചിലപ്പോൾ സന്തോഷമുണ്ടാകും, ചിലപ്പം എങ്ങനെ നമ്മൾ നിൽക്കുന്നോ. നമ്മള് ഒരു രാജാവാണ് അദ്ദേഹം. അപ്പം രാജാവിനെ പല കാര്യങ്ങൾ ചെയ്യാൻ, ഭരണപരമായ എല്ലാ കാര്യങ്ങളും നോക്കണം, രാജ്യത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിക്കണം, അതുപോലെ എല്ലാവരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജാവാണ് അദ്ദേഹം. അങ്ങനെ പക്ഷേ അദ്ദേഹം എപ്പോഴും തന്റെ ആത്മാവിനെ ശാശ്വതത, നമ്മൾ ആത്മാവിനെ യജമാനനായി കാണണമെന്ന് പറയും അല്ലെ. ആത്മാവിനെ ഇവിടെ ശാശ്വത തത്വമായോ അല്ലെങ്കിൽ നശ്വരമായ ഭൗതിക ശരീരമായി, ചിലർ ആത്മാവില്ല, ഈ ശരീരമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അല്ലെ. അങ്ങനെ ഭൗതിക ശരീരമായിട്ടോ അല്ലെങ്കിൽ നിരപേക്ഷ സത്യത്തിൽ സർവ്വതും നിലകൊള്ളുന്നതായിട്ടോ, ഭഗവാനിലെല്ലാം നിലകൊള്ളുന്നതായിട്ടോ, അല്ലെങ്കിൽ പിന്നെ എന്താണ്, സർവ്വതിനെയും സർവ ഭൗതിക ഘടകങ്ങളുടെയും ആത്മാവിന്റെയും വിശദീകരിക്കാനാത്ത ഏകീകരണമായിട്ടോ. അപ്പം നമുക്ക് വിശദീകരിക്കാൻ വയ്യാത്ത ഒന്നാണ് അത് ആത്മാവെന്ന് നമ്മൾ പറയുകയോ, അല്ലെങ്കിൽ വിരഹവികാരങ്ങൾ. അപ്പൊ ഏത് സാഹചര്യത്തിലും നമ്മൾക്ക് വിരഹവികാരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം മിഥ്യയായ സ്നേഹവും നമ്മളിൽ കടന്നു വന്നെന്ന് വരാം. അപ്പൊ ആ അവസരത്തിൽ എന്തൊക്കെയോ അനുഭവപ്പെടുന്ന ഒന്നാണ് എന്നൊക്കെ കരുതും നമ്മൾ. ചിലര് ശാശ്വത തത്വമായി കരുതും, ചിലർ സർവ്വതും നിലകൊള്ളുന്ന അമൂർത്തിക തത്വമായിട്ട് കരുതും, ചിലർ സർവ്വതിനെയും നിലകൊള്ളുന്ന ഒന്നായി കഴിയും, അല്ലെങ്കിൽ ഭൗതിക ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നതായിട്ട് കരുതാം, അല്ലെങ്കിൽ വിശദീകരിക്കാനാകാത്ത എന്തോ ഒന്നാണെന്ന് കരുതാം, അല്ലെങ്കിൽ എല്ലാം ഉൾക്കൊള്ളുന്ന വികാരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതായിട്ടോ ഒക്കെ കരുതാം. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഒരുപോലെയല്ല ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ചിലര് പറയും എല്ലാ ജീവികളും പരമദിവ്യോത്തമ പുരുഷന്റെ ഒരു അംശമാണ് എന്ന് ചിലര് പറയാറുണ്ട് എന്നുള്ളതാണ്. ദേഹീ നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി എന്ന് പറഞ്ഞാണ് അവിടെ ഭഗവത്ഗീതയിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം ദേഹേ ആ നിത്യം അവധ്യോയമാണ് എവിടെ? ദേഹേ സർവസ്യ ഭാരത തസ്മത് സർവാണി ഭൂതാനി. അങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളിലും. അതുകൊണ്ട് നീ ശോചിക്കേണ്ട കാര്യം ഇല്ല, ദുഃഖിക്കേണ്ട കാര്യം ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തു. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം കഴിഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം.